സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിലുള്ളത് കൺവെൻഷൻ ആണ്. കൺവെൻഷൻ മാനേജ്മെന്റ്, ആ കൺവെൻഷൻ. അപ്പം കൺവെൻഷൻ റോൾ ഓഫ് മൈസ് ടു ടൂറിസം ഇൻഡസ്ട്രി ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദി കൺവെൻഷൻസ് ആൻഡ് എക്സിബിഷൻസ് ഇൻഡസ്ട്രി ഈസ് ആൻ എക്സൈറ്റിംഗ് ആൻഡ് പ്രോഫിറ്റബിൾ സെഗ്മെന്റ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇത് കൺവെൻഷൻ ആർ എക്സിബിഷൻസ്. A major sources of revenue for the tourism industry comes from the meeting, convention, exhibition segment of the industry. നമുക്ക് മേജർ സോഴ്സ് ഓഫ് റവന്യൂ, കൂടുതൽ മാക്സിമം റവന്യൂ അല്ലെങ്കിൽ മാക്സിമം ഇൻകം ടൂറിസം ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടുന്നത് എവിടെ നിന്നാണ്? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ കൺവെൻഷൻസോ എക്സിബിഷൻസോ കണ്ടക്ട് ചെയ്യുന്നത് വഴിയാണ് എന്ത് കിട്ടുന്നു? ടൂറിസം ഇൻഡസ്ട്രീസിന് കൂടുതലായിട്ട് എന്ത് കിട്ടുന്നു? ഇൻകം കിട്ടുന്നത്. അപ്പം നമുക്ക് അതാണ് എന്തെന്ന് പറയുന്നത്? കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൺവെൻഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്സ് ആണ്. ദെൻ കമ്പോണൻസ് എന്ന് പറയുമ്പം 4 മേജർ കമ്പോണൻസ് ആണ് കൺവെൻഷൻസ് ഇൻഡസ്ട്രീസിൽ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനേഴ്സ് ആൻഡ് ഗ്രൂപ്പ്, they represents. Second one host facilities, third one services, and fourth one exhibitors. അപ്പം നമുക്ക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 4 കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്ലാനേഴ്സ് ആൻഡ് ഗ്രൂപ്പ്, ദേ റെപ്രസെന്റ് ഹോസ്റ്റ് ഫെസിലിറ്റീസ്, ദെൻ സർവീസസ് ആൻഡ് എക്സിബിറ്റേഴ്സ്. ദെൻ ആരാണ് പ്ലാനേഴ്സ്? പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഈ കൺവെൻഷൻ പ്ലാൻ ചെയ്യുന്നവരാണ് അല്ലേ. ആ പ്ലാനേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ആർ ഗ്രൂപ്സ് ദാറ്റ് പ്ലാൻ മീറ്റിംഗ്, കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻസ്. ഈ മീറ്റിംഗ്സോ കൺവെൻഷനോ എക്സിബിഷൻസോ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നു? പ്ലാനേഴ്സ് എന്ന് പറയുന്നു. Planners are classified into number of categories such as corporate meeting planners, association meeting planners, and independent meeting planners എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സിൽ അവരെ എന്ത് ചെയ്യാം? നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മീറ്റിങ്ങോ കൺവെൻഷനോ എക്സിബിഷനോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നു? പ്ലാനേഴ്സ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ കോർപ്പറേറ്റ് മീറ്റിംഗ് പ്ലാനേഴ്സ് ആരാന്ന് വെച്ചാല് or the type of meeting planners who are exclusively for corporation. Corporations അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിൽ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നു? കോർപ്പറേറ്റ് മീറ്റിംഗ് പ്ലാനേഴ്സ് എന്ന് പറയുന്നു. ദെൻ അസോസിയേറ്റ് മീറ്റിംഗ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് പ്ലാനേഴ്സ് ഹു വർക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ആൻ അസോസിയേഷൻസ്. ദെൻ ഇൻഡിപെൻഡന്റ് മീറ്റിംഗ് പ്ലാനേഴ്സ് എന്ന് പറയുന്ന പ്ലാനേഴ്സ് ഹു കോണ്ടാക്ട് their സർവീസസ് ടു ബോത്ത് അസോസിയേഷൻസ് ആൻഡ് കോർപ്പറേഷൻസ്. രണ്ടിലും കൂടെ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നവരാണ് എന്ത് പറയുന്നു? ഇൻഡിപെൻഡന്റ് മീറ്റിംഗ് പ്ലാനേഴ്സ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോസ്റ്റ് ഫെസിലിറ്റീസ് ആണ്. ഹോസ്റ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ലോഡ്ജിംഗ്, മീറ്റിംഗ് റൂംസ് ആൻഡ് food and beverages as well as a number of other services for groups attending meeting, convention or exhibition. ഇതിൽ കണ്ടക്ട് ഈ മീറ്റിങ്ങോ കൺവെൻഷനോ എക്സിബിഷനോ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്ക് വരുന്ന പാർട്ടിസിപ്പൻസിന് ലോഡ്ജിങ് ഫെസിലിറ്റീസും അതുപോലെ റൂമും ഫുഡ് ബിവറേജസ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നു? ഹോസ്റ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നു. അത് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോട്ടൽസ്, കോൺഫറൻസ് സെന്റേഴ്സ്, റിസോർട്ട് ഹോട്ടൽസ്, യൂണിവേഴ്സിറ്റീസ്, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അതിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർവീസസ് ആണ്. സർവീസസ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ മീറ്റിംഗ്, കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻസ് സെഗ്മെന്റ് ഓഫ് ദി ടൂറിസം ഇൻഡസ്ട്രി. സർവീസസ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സർവീസസിൽ വരുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, അട്രാക്ഷൻസ്, ടൂർ ഗൈഡ് ആൻഡ് എന്റർടൈനേഴ്സ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ദെൻ എക്സിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആർ ഫിനാൻഷ്യലി ലിങ്ക്ഡ് വിത്ത് ഓൾ സെഗ്മെന്റ്സ് ഓഫ് മീറ്റിംഗ്, കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ ഇൻഡസ്ട്രി. എക്സിബിറ്റേഴ്സ് ആർ പേഴ്സൺസ്
who work for the company. Other names for നമ്മൾ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ എക്സ്പെക്ടർ എന്ന് പറയുന്നത്. ഓർ അഡ്വർടൈസിംഗ് ഡയറക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ എന്ന് പറയാം, or director of marketing who is involved with the corporate expert programs. The main aim of experters is to introduce their product both new and old to be interested. നമ്മളെ പ്രോഡക്റ്റിനെ ഓഡിയൻസിന് മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്, എക്സ്പെർട്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ഇത് 4 അതിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്ററി ഓഫ് മീറ്റിംഗ്, കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഈ മീറ്റിംഗ് ആദ്യമായിട്ട് വന്നത്, പിന്നെ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആർക്കിയോളജിസ്റ്റ് ഹു ഇൻവെസ്റ്റിഗേറ്റ് ആൻഷ്യന്റ് കൾച്ചേഴ്സ് ഹു ഫൗണ്ട് റിമെയിൻ ദാറ്റ് സർവ്ഡ് ആസ് എ പ്ലേസസ് വെയർ primitive people gathered to discuss common interests such as hunting plans, war activities, peace negotiations, and tribal celebrations. Each village and its common gathering place and geographical area growth. Cities became the meeting place for people who wanted to trade goods or discuss common problem. ഇങ്ങനെയാണ് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു segment introduced ചെയ്തത്. Then growth of meeting convention and exhibition industry. This growth has been due to several factors: meeting planners associations, the airline industry, lodging industry, convention center, conference center, meeting technology, ground handlers ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇതിൽ വരുന്ന ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഡെവലപ്മെന്റ് ആവുമ്പോൾ ഇതിൽ വരുന്ന എന്താണ് പ്രോസസ് ആണ്. ദെൻ മീറ്റിംഗ് പ്ലാനേഴ്സ് അസോസിയേഷൻസ് ഉണ്ട്. ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അസോസിയേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. there was unmatched development of the associations connected with the meeting planners. The associations not only grew its members but also expanded the list of services they offered to their numbers. Majority of these associations increased their emphasis on education. Other group factors included the rise of the independent meeting planners, the increase in the number of women planners. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ അസോസിയേഷൻസ് ഫോം ചെയ്തത്. Then airline industry, the advancement of the airline industry enabled people to travel quickly and efficiently. This was made possible by the introduction to the jet airplane or invention that revolutionized transport worldwide. Then convention centers expanded in terms of exhibition spaces and accessibility and storage facilities. And enduണ്ട് convention places, convention bureaus ഉണ്ട്. Number of bureaus has doubled since 1980 from 100 to more than 250. Their operators have become more professional. They actively participates in industry and action association affairs. അപ്പം കോൺഫറൻസ് സെന്റേഴ്സും ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ മീറ്റിംഗ് ടെക്നോളജി എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ അറിയാം. വീഡിയോ പ്രൊജക്ടേഴ്സ്, 360 പ്രൊജക്ടേഴ്സ് ടെക്നിക്, മൾട്ടി ഇമേജ് പ്രസന്റേഷൻസ് ഒക്കെയാണ് മീറ്റിംഗിന്റെ ടെക്നോളജി. ദെൻ ഗ്രൗണ്ട് ഹാൻഡ്ലർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് അറേഞ്ച്മെന്റ് ഇൻക്ലൂഡിങ് പ്ലാനിങ് ടു ട്രാൻസ്പോർട്ടേഷൻ, സൈറ്റ് സീയിങ് ഒക്കെ അതിൽ വരുന്നതാണ്. ദെൻ കീ പ്ലേയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഈ മീറ്റിംഗ് ഇൻഡസ്ട്രി ഗ്രാൻഡ്ലി എക്സ്പാൻഡഡ് ഇങ്ങനെ വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ അതിലുള്ളതാണ്. ദെൻ അസോസിയേഷൻസ് എന്ന് പറയുമ്പം ഈ ഓർഗനൈസ്ഡ് ബോഡി ദാറ്റ് പ്രൊമോട്ട് ആൻഡ് എൻഹാൻസ് കോമൺ ഇൻട്രസ്റ്റ് ആക്ടിവിറ്റി ആർ പർപ്പസ്. അസോസിയേഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ബോഡിയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഇങ്ങനെ വരുന്ന ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. ഇതിനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: ട്രേഡ് അസോസിയേഷൻസ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം the main activity of both the type of association is to gather and exchange information through publications, educational seminar and newsletter and meetings. Then MICE development procedure. ഇത്രയും അധികം വേണ്ട, കുറച്ച് അതിന്റെ ബേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് മാത്രം പഠിച്ചാൽ മതി.